ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഞണ്ട് കറി പറ്റിച്ചത് അഥവാ ഞണ്ട് കറി ക്രബ് റെസിപ്പി. ഇതിനായി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5 ഞണ്ടാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി, 2 പച്ചമുളക്, മല്ലിയില ആവശ്യത്തിന്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, മീഡിയം സൈസ് സവാള 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതി, 100 ഗ്രാം ചെറിയ ഉള്ളി. ഇവ ചെറുതായി കട്ട് ചെയ്ത് വയ്ക്കുക. ഞാനിത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചരച്ചത്, മല്ലിയിലയാണ്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ: 1 സ്പൂൺ കടുക്, 1 സ്പൂൺ മസാല പൊടിച്ചത്, 1 ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഇവ എടുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനോ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഇതുപോലൊരു സ്പൂണിൽ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഇഷ്ടപ്പെട്ട ഓയിൽ ഏതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. ചെറുതായി ഒന്ന് നിറം മാറി വരണം, അതുവരെയാണ് നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് യോജിച്ച് അതിൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു ഇത് മാറി കിട്ടുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന 1 തക്കാളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി ഇതൊന്ന് പാകമായി തക്കാളി ഒന്ന് ഇതിനോട് യോജിച്ച് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി ഇതൊന്ന് വെന്ത് ഇതിനോട് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇവയാണ് നമ്മൾ എടുത്തു വച്ചിരുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഈ വെള്ളവുമായിട്ട് ഇത് നന്നായിട്ട് യോജിക്കണം. ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്രേവിയിൽ ഇത് മുങ്ങി നിൽക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നമ്മൾ ഇതുപോലെ ഗ്രേവി ഇതിൻ്റെ മുകളിലെല്ലാം ഒഴിച്ച് നന്നായി അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാലകൾ ആഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. നമ്മളിതിനെ ഒന്ന് നല്ല തിള വന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിത് അടച്ചു വയ്ക്കുക. ഇതിപ്പോൾ അടച്ചു വെച്ച് കുക്കാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്കാണ് മസാല ചേർക്കേണ്ടത്. മുകളിലേക്ക് മസാല, അതായത് 1 സ്പൂൺ നമ്മൾ മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക്
ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ഈ സമയം ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ നന്നായി പറ്റി കറി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മല്ലിയില വിതറി കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. ഇപ്പോൾ റെസിപ്പി റെഡിയായിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റുക. ഇതാണ് നമ്മുടെ ഞണ്ട് പറ്റിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.